അസ്സലാമു അലൈക്കും. മമ്മു വ്ലോഗ് 25ന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് റമദാനൊക്കെ വന്നു അല്ലേ? ഇപ്പൊ റമദാനൊക്കെ വന്ന് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഡ്യൂട്ടിയാണ്. വീട്ടിലുള്ള എല്ലാ സ്ത്രീകൾക്കും വീട്ടിൽ ഒരുപാട് ജോലികൾ ഉണ്ടാവും അല്ലേ? വൈകുന്നേരത്തെ പലഹാരം, ചോറ്, കറികളൊക്കെ ഉണ്ടാക്കണം. അപ്പൊ നമ്മളിന്ന് പത്തിരിയാണ് ട്ടോ ഉണ്ടാക്കുന്നത്. നൈസ് പത്തിരി. നൈസ് പത്തിരി ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയുണ്ടാവും. നമ്മുടെ മലപ്പുറം, പാലക്കാട് ഒക്കെ ഏരിയകളിലൊക്കെ അധികം ഉണ്ടാക്കുന്നത് നൈസ് പത്തിരി തന്നെയാണ് നോമ്പിന് അധികം. പിന്നെ നമ്മൾ തുടക്കം മുതൽ തന്നെ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. മാവ് വാട്ടുന്നതൊന്നും എടുത്തില്ല. പത്തിരി ഉണ്ടാക്കുന്നതാണ് എടുത്തത്. പത്തിരിക്ക് നമ്മൾ ചിക്കൻ കറിയാണ് വെച്ചത് കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ സംഭവങ്ങൾ മാത്രം ആണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ നമ്മൾ വലിയ പത്തിരി ചട്ടി വെച്ചിട്ട് അതിലാണ് ചുട്ടെടുത്തത് കേട്ടോ. വിറകടുപ്പിൽ പത്തിരി ചട്ടിയുടെ രൂപം കണ്ടിട്ട് ആരും ഞെട്ടണ്ട, അത് വളഞ്ഞ് തിരിഞ്ഞിട്ടൊക്കെ ആയിട്ടുണ്ട്. അതെന്താണെങ്കിൽ നമ്മൾ ചൂടോട് കൂടിയിട്ട് പത്തിരിച്ചട്ടി നമ്മൾ ചാരി വെക്കാൻ പാടില്ല. അങ്ങനെ ചാരി വെക്കുമ്പോഴാണ് ഈ പത്തിരിച്ചട്ടി വളഞ്ഞു പോണത്. അപ്പോൾ ഒരു ടിപ്പും കൂടെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ചൂടുള്ള ചട്ടിയാണെങ്കിൽ നമ്മൾ തറയിൽ മണ്ണുള്ള ഭാഗത്ത് അല്ലെങ്കിൽ നിരപ്പുള്ള സ്ഥലത്ത് ചട്ടി കമഴ്ത്തി വെക്കുക. അങ്ങനെയാണെങ്കിൽ ചട്ടി ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞു വരില്ല. പിന്നെ നമ്മുടെ എല്ലാ നോമ്പ് 30 ദിവസമുള്ള കഞ്ഞിയാണ് തരിക്കഞ്ഞി. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ തരിക്കഞ്ഞി. പിന്നെ അതുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ആ നോമ്പ് കള്ളൻ പത്തിരി ചുട്ട ഉടനെ തന്നെ പത്തിരി ഇതൊക്കെ എടുത്ത് നോമ്പ് തുറന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൻ പത്തിരി നേരത്തെ കഴിച്ചു തുടങ്ങി. നമ്മൾ ജോലി ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. അവനിപ്പോൾ തന്നെ ബാങ്കൊക്കെ കൊടുത്തു. അങ്ങനെ അതൊരു ഭാഗത്ത് കൂടെ അങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മളിന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്, സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പക്കോടയാണ്. പക്കോട മഷ്റൂം കൊണ്ടുള്ള പക്കോടയാണ് കേട്ടോ. നമ്മൾ പക്കോടയൊക്കെ ചേർക്കണ തന്നെ ഐറ്റംസ് ഒക്കെ കടലമാവ്, മൈദ, പിന്നെ സവോള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചേർക്കണ കൂട്ടത്തിൽ കുറച്ച് മഷ്റൂം ആദ്യം വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തിട്ട് ഇനി പൊരിച്ചെടുത്താലും മതി. പൊരിച്ചെടുത്താലും ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. കുക്കറിൽ 2 വിസിലടിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പിട്ട് വേവിച്ചെടുത്ത വെള്ളം ഒഴിച്ച് കളഞ്ഞിട്ട് അതും കൂടെ ഇതിൽ ചേർത്തിട്ട് മഷ്റൂം പക്കോടയാണ് ഉണ്ടാക്കിയത് കേട്ടോ. രസമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഫ്രൂട്ട്സ് വെട്ടാനുള്ള സമയമായി. ഇനി നമുക്ക് ഫ്രൂട്ട്സ് വെട്ടാം. ഇന്നെല്ലാം ഉൾപ്പെടുത്താനുള്ള സമയമില്ല. 6:30 ആവാനായ സമയത്താണ് നമ്മൾ പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ വെട്ടി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വേറൊരു ദിവസം നോമ്പ് തുറക്കുന്ന ഫുള്ള് വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഇനി നമുക്ക് ജ്യൂസ് അടിക്കുന്നതോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്താനുള്ള സമയം കിട്ടിയിട്ടില്ല. ഫ്രൂട്ട്സിനെ മുഴുവൻ വെട്ടുന്നതൊന്നും ഇതിൽ നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളെ ഞങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ നോമ്പ് തുറകളെ കുറിച്ചൊക്കെ നമുക്ക് മെസ്സേജ് ചെയ്യാം. പിന്നെ അടുത്തൊരു ദിവസം നോമ്പ് തുറയുമായിട്ട് കാണുന്നത് വരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.